ടിബറ്റൻ ജനതയുടെ മതപരവും സാംസ്കാരികവുമായ സ്വത്വത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കി ചൈനീസ് ഭരണകൂടം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ടിബറ്റിലെ ബുദ്ധവിഹാരങ്ങളിൽ പ്രവേശിക്കുന്നത് കർശനമായി വിലക്കിക്കൊണ്ടുള്ള പുതിയ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടിബറ്റൻ ബുദ്ധമതത്തെയും അവിടുത്തെ ആചാരങ്ങളെയും വരും തലമുറയിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബീജിംഗ് ഈ വിചിത്രമായ നിയമം നടപ്പിലാക്കുന്നത്. ടിബറ്റൻ സ്വയംഭരണ പ്രദേശത്തെ ഖാം മേഖലയിലുള്ള ഒരു പ്രശസ്തമായ ബുദ്ധവിഹാരത്തിന്റെ പ്രവേശന കവാടത്തിൽ കുട്ടികൾക്ക് പ്രവേശനമില്ലെന്ന് വ്യക്തമാക്കുന്ന നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ WeChat-ലൂടെ ഈ നോട്ടീസുകളുടെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ടിബറ്റൻ കുട്ടികൾ തങ്ങളുടെ മതപരമായ വേരുകളിൽ നിന്ന് അകറ്റപ്പെടുകയാണെന്ന ആശങ്കയാണ് ഈ നടപടി ഉയർത്തുന്നത്. ടിബറ്റിലെ സ്കൂളുകൾ വാർഷികാവധിക്കായി അടച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നത് ശ്രദ്ധേയമാണ്. അവധിക്കാലത്ത് മാതാപിതാക്കളോടൊപ്പം ബുദ്ധവിഹാരങ്ങൾ സന്ദർശിക്കുന്നതും അവിടെയുള്ള ആചാരങ്ങളിൽ പങ്കുചേരുന്നതും ടിബറ്റൻ കുട്ടികളുടെ പതിവാണ്. ആശ്രമങ്ങളിലെ ഈ സന്ദർശനങ്ങളിലൂടെയാണ് കുട്ടികൾ ടിബറ്റൻ ഭാഷയും ബുദ്ധമത തത്വങ്ങളും പ്രാഥമികമായി പഠിച്ചെടുക്കുന്നത്. ഇത് തടയുന്നതിലൂടെ ടിബറ്റൻ സംസ്കാരത്തിന്റെ സ്വാഭാവികമായ കൈമാറ്റം ഇല്ലാതാക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. കുട്ടികളുടെ മനസ്സിൽ നിന്ന് ബുദ്ധമതത്തെ മായ്ച്ചു കളഞ്ഞ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം കുത്തി നിറയ്ക്കാനുള്ള ഗൂഢാലോചനയാണിതെന്ന് ടിബറ്റൻ പ്രവാസി സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ടിബറ്റിൽ ചൈന നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ വംശീയമായ ഉന്മൂലനത്തിന് തുല്യമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടിബറ്റൻ കുട്ടികൾക്കായി നിർബന്ധിത പ്രീ നഴ്സറി ബോർഡിംഗ് സ്കൂളുകൾ ചൈന സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്കൂളുകളിൽ മാതാപിതാക്കളിൽ നിന്ന് അകറ്റി വളർത്തപ്പെടുന്ന കുട്ടികൾക്ക് ടിബറ്റൻ ഭാഷ പഠിക്കാനോ ബുദ്ധമത വിശ്വാസങ്ങൾ പിന്തുടരാനോ അനുവാദമില്ല. പകരം മന്ദാരിൻ ഭാഷയും ചൈനീസ് ദേശീയതയുമാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അവധിക്കാലത്ത് വീട്ടിലെത്തുന്ന കുട്ടികൾക്ക് പോലും ആശ്രമങ്ങളിൽ പോയി ടിബറ്റൻ ഭാഷ പഠിക്കാൻ അനുവാദമില്ലാത്ത സാഹചര്യം ഇതിനകം നിലവിലുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ബുദ്ധവിഹാരങ്ങളിൽ പ്രവേശിക്കുന്നതിന് തന്നെ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണിതെന്ന് ഈ പുതിയ നിയമം വിലയിരുത്തപ്പെടുന്നു. അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളുടെ മതപരമായ വിശ്വാസങ്ങൾ പിന്തുടരാൻ അവകാശമുണ്ട്. എന്നാൽ ചൈന ഈ അവകാശങ്ങളെ പരസ്യമായി ലംഘിക്കുകയാണ്. ടിബറ്റൻ ബുദ്ധമതത്തിന്റെ സ്വാധീനം കുറയ്ക്കാനായി ദലൈലാമയുടെ ചിത്രങ്ങൾ കൈവശം വെക്കുന്നതിന് പോലും നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ടിബറ്റൻ സാംസ്കാരിക മുദ്രകൾ ദൈനംദിന ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മായ്ച്ചു കളയുക എന്ന സിനിസൈസേഷൻ നയമാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പല പുരാതന വിഹാരങ്ങളും തകർക്കപ്പെടുകയും സന്യാസിമാരെ നിർബന്ധമായി പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനയുടെ ഈ നീക്കത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ടിബറ്റൻ അനുകൂല സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് അവരുടെ തീരുമാനം. ടിബറ്റൻ കുട്ടികളുടെ ഭാവി അപകടത്തിലാണെന്നും അവരുടെ സ്വത്വം സംരക്ഷിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇടപെടണമെന്നും പ്രവാസിയായ ടിബറ്റൻ നേതാക്കൾ ആവശ്യപ്പെടുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മതകേന്ദ്രങ്ങളെയും നിയന്ത്രിക്കുന്നതിലൂടെ ഒരു ജനതയുടെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കാനാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. പുതിയ തലമുറയെ പാർട്ടിയുടെ വിശ്വസ്തരായ കേഡർമാരായി വളർത്തുക എന്ന ലക്ഷ്യത്തിനായി ടിബറ്റൻ സംസ്കാരത്തെ ബലി കൊടുക്കുകയാണ് ബീജിംഗ്.